പ്രശാന്ത് ഏട്ടാ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടമാണ് വിജയിച്ചത്. പക്ഷേ യഥാർത്ഥ വിജയമായി മാറിയത് ഷാഫി പറമ്പിലാണ്. കാരണം അദ്ദേഹം അവിടെ തുടർച്ചയായി 3 വട്ടം വിജയിക്കുന്നു, അതിനുശേഷം വടകരയിലേക്ക് മാറുന്നു. എന്നിട്ടും താൻ ആവശ്യപ്പെടുന്ന ആളെ മാത്രമായിരിക്കണം ഈ പാലക്കാട് മത്സരിപ്പിക്കുവാൻ സാധിക്കൂ എന്ന് അദ്ദേഹം കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങുന്നു. പാലക്കാട് വലിയ രീതിയിൽ തന്നെ ചരിത്രത്തിലില്ലാത്ത വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്നു. തുടർന്ന് ഷാഫി പറമ്പിലുമായാണ് ചർച്ച വരുന്നത്. ഭാവി വളരെ ഇപ്പോൾ യുവ നേതാക്കളുടെ വലിയ നിര തന്നെ യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിലുമുണ്ട് വലിയ രീതിയിലുള്ള. പക്ഷേ അത്തരത്തിൽ നോക്കുമ്പോൾ അതിൽ പ്രമുഖൻ എന്തായാലും ഷാഫി പറമ്പിലാണ്. എന്തായാലും ഷാഫിയുടെ ഭാവി രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? ഷാഫി കോൺഗ്രസിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു നേതാവാണ്. ആൾക്കാരുടെ വളരെ അംഗീകാരമുള്ള ഒരു മതേതര നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. ഷാഫിയെ നമ്മൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് KSU രാഷ്ട്രീയത്തിലൂടെയാണ്. KSU രാഷ്ട്രീയത്തിലൂടെ നിൽക്കുമ്പോൾ KSU പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, MLA ആയിട്ട് മത്സരിക്കുന്നത്. 2011 പാലക്കാട് മത്സരിക്കുന്നു, പിന്നെ 3 തവണ അദ്ദേഹം മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ 2011 പാലക്കാട് മത്സരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ജയിക്കാൻ സാധ്യതയുണ്ടെന്നൊന്നും വിചാരിച്ച് പാർട്ടി മത്സരിപ്പിച്ച ആളല്ല. പക്ഷേ അന്ന് അദ്ദേഹം മത്സരിക്കുകയും വീണ്ടും ആ മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു നേതാവായിട്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ ആ നിയോജക മണ്ഡലത്തിലെ എല്ലാവരുടെയും സഹോദരനായിട്ടും അല്ലെങ്കിൽ ആങ്ങളയായിട്ടും അല്ലെങ്കിൽ ചേട്ടനായിട്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മതേതരവാദിയായിട്ടുള്ള നേതാവ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി. അല്ല, കോൺഗ്രസിനകത്തുനിന്നല്ല, എല്ലാ പാർട്ടിക്കകത്തും എല്ലാവരുടെയും അംഗീകാരം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ജനങ്ങളുടെക്ക് സ്വാധീനമുള്ള നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം CPM ആയാലും BJP ആയാലും ഈ കോൺഗ്രസ് ആയാലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ എല്ലാ നേതാക്കളും ഒരു മതത്തിൻ്റെ ആകും, ജാതിയുടെയൊക്കെ പേര് പറഞ്ഞ് പാർട്ടിക്കകത്ത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. കാരണം അവർക്ക് ജനങ്ങളുടെയൊക്കെ സ്വാധീനമില്ലാത്തവർ അങ്ങനെ ഏതെങ്കിലും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം നമ്മൾ പറയുമ്പം ഈ ക്രൗഡ് പുള്ളർ എന്ന് പറയും. ഇദ്ദേഹം എവിടെ ഇറങ്ങിച്ചെന്നാലും ആൾക്കാരുടെ ഇടയിലേക്ക് ഭയങ്കര സ്വാധീനം, അല്ലെങ്കിൽ ആളുകൾ കൂടുന്നതിനകത്ത്. ഇപ്പോൾ ഷാഫി ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കൂടും, അദ്ദേഹം കൂടും. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ BJPക്ക് അത്തരത്തിലൊരു നേതാവ്. പിന്നെ അതുപോലെ CPMനകത്ത് ഒത്തിരി നേതാക്കന്മാരുണ്ടായിരുന്നു. ഈ പറയുന്ന നയനാരുണ്ടായിരുന്നു, VS ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു പിണറായി ഒരു പരിധി വരെ, എന്നാലും അത്രയൊന്നും പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ കോൺഗ്രസിനകത്ത് വേറെ ഉമ്മൻചാണ്ടിക്ക് ശേഷം അങ്ങനത്തെ നേതാക്കന്മാരെ ഇപ്പോൾ ഇല്ല. കാരണം ക്രൗഡ് പുള്ളറായിട്ടുള്ളത്. ആ സ്ഥാനത്താണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അത്രയും നല്ലൊരു ക്രൗഡ് പുള്ളറും ആൾക്കാരുടെ മതേതരവാദിയായിട്ടുള്ള ഒരു നേതാവ് വരുന്നൊരവസ്ഥയുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വടകരയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ പോക്കിന് അല്ലെങ്കിൽ പോകുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ട് കണ്ണുനീർ പൊഴിക്കുന്നതൊക്കെ നമ്മൾ TVക്കകത്തൊക്കെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ എനിക്ക് പകരം ഒരു ജനപ്രതിനിധിയെ തീരുമാനിക്കുമ്പോൾ എനിക്ക് ബോധ്യമുള്ള ഒരാൾ ഇവിടുത്തെ ജനപ്രതിനിധിയാവണം. കാരണം ഞാൻ എങ്ങനെ കരുതി എൻ്റെ പാലക്കാട്ടുകാരെ കൊണ്ടുപോയി, അപ്പോൾ അതുപോലെ കരുതാൻ കഴിയുന്ന, അപ്പം എനിക്ക് അത്തരത്തിൽ അതുപോലെ കരുതാൻ അല്ലെങ്കിൽ എന്നെക്കാട്ടിൽ കൂടുതൽ കരുതാൻ കഴിയുന്ന ആളാണെന്ന് ബോധ്യമുള്ള ആളിനെ മത്സരിപ്പിക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം മത്സരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഷാഫി പറമ്പിലിന് അദ്ദേഹത്തിന് അത്രയ്ക്കുള്ള ബോധ്യം കാണുമായിരിക്കും. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ KSUവിൻ്റെ കാലം തൊട്ടേ ഷാഫിയുമായിട്ടൊരു ബന്ധമുണ്ട്. NSUവിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ അന്നും ഇന്നുമൊക്കെ ഷാഫി പറമ്പിലിനെ നേതാവായിട്ട് കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് മാങ്കൂട്ടത്തിൽ. കാരണം ഷാഫി എവിടെ പോയാലും മാങ്കൂട്ടത്തിൽ ഉണ്ടാകും. ഷാഫിയെ യഥാർത്ഥത്തിലും സഹായിക്കുന്നതിനും ഈ പറഞ്ഞ വടകര തെരഞ്ഞെടുപ്പിലും ഒക്കെ ഷാഫി ആയിരുന്നല്ലോ. ഷാഫിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് മാങ്കൂട്ടത്തായിരുന്നു. ഷാഫി ചെല്ലുന്നതിന് മുമ്പേ മാങ്കൂട്ടം അവിടെ ചെന്ന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും അവസാനം വരെ അവിടെ ഉണ്ടാകുന്നതൊക്കെ ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് പരസ്പരം വിശ്വസ്തയുള്ള ഒരാളായതുകൊണ്ടായിരിക്കും അവിടെ മത്സരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ വിജയിപ്പിക്കുകയും ചെയ്തു. കാരണം വേറൊരു കാര്യമുണ്ട്, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ പഠിക്കേണ്ടത്, അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ അദ്ദേഹം ആഭരണമാക്കി മുന്നോട്ട് പോകുന്നൊരു നേതാവാണ്. അതിനകത്ത് നമ്മൾ കാണുന്ന വളരെ കുറച്ച് നേതാക്കന്മാരേ ഉള്ളൂ. ഇദ്ദേഹത്തിനെതിരെ കാഫിർ വിവാദം വന്നു. കാഫിർ വിവാദം അന്നേരം എല്ലാവരും വിചാരിച്ചു ഷാഫി തന്നെ ഉണ്ടാക്കിയതാണ്, ഒരു പ്രത്യേക സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ ഒരു ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചാൽ അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഏകീകരണം വരികയും അത് ചർച്ചയാവുകയും ചെയ്താൽ ഹിന്ദു സമുദായത്തിൻ്റെ ഏകീകരണം ഇപ്പുറത്ത് വന്ന ഷാഫി തോറ്റുപോകും. അതിനുവേണ്ടി അത്തരത്തിലൊരു സാധനം ഉണ്ടാക്കിയെടുത്തത് CPM ആണെന്ന് പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ വ്യക്തമായ തെളിവില്ല, എന്നാലും CPMൻ്റെ പുറത്ത് തന്നെയാണ്, അത് തന്നെയാണ് അതിന് സാധ്യത. അത് വന്നപ്പോൾ ഷാഫി അന്വേഷണ സംഘം ലാസ്റ്റ് എത്തിയത് മുഴുവൻ ഈ DYFI തന്നെ
ഈ CPM നേതാക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരിലാണ് അവസാനം എത്തിയത്. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് അങ്ങനെയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഷാഫിക്ക് സാധിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇലക്ഷൻ സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തതല്ല, ഇതെന്നെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി എനിക്കെതിരെ നിൽക്കുന്നവർ, എൻ്റെ എതിർ പാളയത്തിലുള്ളവർ ഓപ്പറേറ്റ് ചെയ്തതാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ്. CPM അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ടല്ല, അവിടെ ജനങ്ങൾ മൊത്തം വിശ്വസിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത്രയും ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നത്. മാത്രമല്ല ഈ പ്രാവശ്യം ഈ നമ്മുടെ ഈ പാലക്കാട്ട് മത്സരിക്കുമ്പോൾ ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു, പാലക്കാട്ടുകാരെയും നമുക്കറിയാമല്ലോ, പാലക്കാട്ട് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് മറിഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു പൾസും ഒക്കെ ആയിരുന്നല്ലോ, ആര് ജയിക്കും ആര് തോക്കും, BJPയും കോൺഗ്രസും തമ്മിൽ ഭയങ്കര മത്സരമാണ്. അപ്പോൾ ഷാഫി ഇറങ്ങി ആദ്യം തൊട്ടേ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ വർക്കിന് വേണ്ടി ഇറങ്ങുകയും ആ പ്രശ്നങ്ങളുള്ള സമയത്തും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ഞാൻ വാങ്ങിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഭൂരിപക്ഷത്തിൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് ജയിപ്പിച്ചെടുക്കുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇലക്ഷൻ്റെ ഒരു സ്റ്റണ്ടായിട്ടാണ് അത് നമുക്ക് തോന്നി. എന്നിട്ട് അവിടെ അദ്ദേഹം അത് പറഞ്ഞതുപോലെ, ഇലക്ഷന് മുമ്പേ പറഞ്ഞതുപോലെ ഇലക്ഷന് ശേഷം റിസൾട്ട് വരുമ്പോൾ ഷാഫി പറയുന്നത് പോലെ സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഷാഫി പറയുന്നത് പോലെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഷാഫി മാജിക്കൊന്നുമല്ല, അയാൾക്ക് ജനങ്ങളുടെ അത്ര സ്വാധീനമുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അയാൾ നിൽക്കുമ്പോൾ അവരുടെ സ്പന്ദനം അയാൾക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഷാഫിയുടെ സ്പന്ദനം അതുപോലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞത്, ആരയാളെ മതത്തിൻ്റെ പേരിൽ ചാപ്പ കുത്തിയാലും മതേതരവാദിയായിട്ടുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇയാൾ വന്നതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുണ്ട്, സിദ്ദിഖായാലും അല്ലെങ്കിൽ വിഷ്ണുനാഥായാലും ഇതിനകത്തോട്ട് കയറിയിരുന്നാൽ പോസ്റ്റ് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഷാഫി അദ്ദേഹത്തിൻ്റെ ഏറ്റെടുത്തതിന് ശേഷം എനിക്കൊന്ന് ഒരു ടേൺ ആണോ അത് ഒരു ടേൺ. അതോടൊപ്പം തന്നെ അദ്ദേഹം ലോക്സഭയിൽ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. അദ്ദേഹം പോയിട്ട് എന്തായാലും അധികാര സ്ഥാനവുമില്ല. അധികാര സ്ഥാനമില്ല, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു പോസ്റ്റാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാധ്യമങ്ങൾ മുന്നിൽ വരികയും എപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുകയും മീഡിയാസിലൊക്കെ കവർ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റെടുക്കുകയും അതിനകത്ത് ആ ഒരു കാലാവധി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ പ്രായപരിധി കഴിഞ്ഞപ്പോൾ, എൻ്റെ കാലാവധി കഴിഞ്ഞു, ആരും പറഞ്ഞിട്ടില്ല ഞാൻ കാലാവധി കഴിഞ്ഞു, ഞാൻ അടുത്ത ആൾക്ക് വേണ്ടി എൻ്റെ പദവി ഒഴിഞ്ഞു കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഇലക്ഷൻ നടത്തുകയും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡൻ്റാവുകയൊക്കെ ചെയ്യുന്നു. അത്തരത്തിൽ സ്വന്തം പോസ്റ്റുകൾ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ കൂടെ നടക്കുന്നവനെ, അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ട് ഒരു ചലനം ഉണ്ടാക്കുന്നതിനും ആ വരുന്ന ചെറുപ്പക്കാരെയൊക്കെ ഒരു പൊസിഷനിൽ എത്തിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു പരിശ്രമവും അത്തരത്തിൽ വിശാലതയുടെ ഒരു മനസ്ഥിതിയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് നാളെ കാലത്ത് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കാൻ പോലും കൊള്ളാവുന്ന ഒരു നേതാവായിട്ടാണ് ഷാഫി പറമ്പിലിനെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏത് കാര്യം പറയുമ്പോഴും ഈ പറയുന്നത് പോലെ അതിനകത്തെല്ലാം ജാതിയും മതവും അല്ലെങ്കിൽ വർണ്ണമൊക്കെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ അല്ല, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് വരാൻ കൊള്ളാം. ന്യൂനപക്ഷത്തിനപ്പുറം എല്ലാ ആൾക്കാരുടെ ഇടയിലും വ്യക്തമായ സ്വാധീനമുള്ള ഒരു നേതാവായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ സ്വാധീന ശക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നേതൃത്വ പാഠവും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പിന്തുണ കൊടുത്താണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തെ പലവട്ടം ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിനകത്ത് വളരെ കൃത്യമായൊരു പങ്ക് വഹിച്ചൊരു നേതാവാണ് ഉമ്മൻചാണ്ടി. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അദ്ദേഹത്തെ സിദ്ദിഖിനെയും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സിദ്ദിഖിനെ അദ്ദേഹം വിചാരിച്ചതിൻ്റെ കൂട്ട് അങ്ങ് ജനത്തിൻ്റെ ഇടയ്ക്ക് സ്വാധീനമുള്ള ഒരാളാക്കി എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഉമ്മൻചാണ്ടി തുറന്ന് ഇവരെ സഹായിച്ച് ഒരാൾ സഹായിക്കുമ്പോഴും ഇദ്ദേഹം സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ അനാവശ്യമായ വിവാദങ്ങളിൽ എത്ര വിവാദങ്ങൾ ഉണ്ടായിട്ട് അവസാനം സിദ്ദിഖിന് സീറ്റ് മേടിച്ചു കൊടുത്ത് അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിഷയമൊക്കെ വന്നിട്ട് പറയുന്നത് സഹായിച്ചു. അത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ ഷാഫി പറമ്പിൽ വന്ന് ഒരു വിവാദത്തിലും വരുന്നില്ല. അദ്ദേഹത്തെ ജനങ്ങൾക്ക് വലിയ കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിക്ക് ശേഷം പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഞാനീ പറയുന്നത് പോലെയുള്ള ഒരു വളർച്ചയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കനുസൃതമായിട്ട് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിക്കുന്നോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു കാര്യമൊക്കെ നമുക്ക് വേറെ ടോക്കിൽ ചർച്ച ചെയ്യാം. അത്തരത്തിൽ ഒരു നല്ല നേതാവ് നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ ഉള്ള ഒരു നല്ല നേതാവായിട്ടാണ് ഷാഫിയെ നമ്മൾ കാണുന്നത്. ഷാഫി നാളെ കേരളത്തിനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും.